കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയനാണ് പി.വി. അൻവർ. പി.വി. അൻവറിനെ കുറിച്ച് പറയുമ്പോൾ 2016 അതുപോലെ 2021 നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന പി.വി. അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആരും പറയാത്ത ഒന്നുണ്ട് പി.വി. അൻവറിന്റെ കഥയിൽ. 2011 ഏറനാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി പി.കെ. ബഷീർ, LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത് CPIയുടെ അഷ്റഫ് അലി ഗാലിയത്ത്, സ്വതന്ത്രനായി പി.വി. അൻവർ. ഈ സമയത്ത് ആ മണ്ഡലത്തിൽ പോകാൻ ഉള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അവിടെയുള്ള LDF പ്രവർത്തകർ സഖാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്: ആരാണ് സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി എന്ന ചോദ്യം. LC സെക്രട്ടറി പറയും അഷ്റഫ് അലി ഗാലിയത്തിന് വോട്ട് ചെയ്യാൻ, ഏരിയ സെക്രട്ടറി ഒന്ന് പ്രസംഗിക്കും പി.വി. അൻവർ വോട്ട് ചെയ്യാൻ. ആരാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി എന്നൊന്ന് പറഞ്ഞു തരൂ, ഈ വിഷയം കമ്മിറ്റിയിലൊന്ന് ഉന്നയിക്കുമോ എന്ന ഒരു ചോദ്യം ചോദിക്കേണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പി.കെ. ബഷീർ ജയിച്ചു. 80,000 വോട്ടുകൾ പി.വി. അൻവർ നേടി. 2,200 മറ്റോ വോട്ടാണ് അഷ്റഫ് അലി ഗാലിയത്ത് നേടിയത്. ഇത് നമ്മൾ പരിശോധിക്കണം. കാരണം അവിടെയാണ് പി.വി. അൻവറിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. LDFന്റെ വോട്ടുകൾ ചോർത്തി അത് തനിക്ക് വരുത്തി. അങ്ങനെയാണ് 80,000 വോട്ടുകൾ പി.വി. അൻവർ നേടുന്നത്. അവിടെ അഷ്റഫ് അലി ഗാലിയത്ത് ഒരു രക്തസാക്ഷിയായി മാറി. കാരണം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, പക്ഷേ LDFന്റെ വോട്ടുകൾ കിട്ടിയതുമില്ല. അത് പരിശോധിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ LDFോ CPIയോ അഷ്റഫ് അലി ഗാലിയത്തോ ഒന്നും മുന്നോട്ട് വന്നില്ല. കാരണം അത് പാർട്ടി വിരുദ്ധമാണെന്ന് എല്ലാവരും വിചാരിക്കും, അല്ലെങ്കിൽ മുന്നണി വിരുദ്ധമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാണ് പി.വി. അൻവർ ശ്രദ്ധ നേടുന്നത്. അതിനുശേഷം 2016 നിലമ്പൂരിൽ മത്സരിച്ചു, ജയിച്ചു. 2021 നിലമ്പൂരിൽ മത്സരിച്ചു, ജയിച്ചു. പക്ഷേ പിന്നീട് LDFന്റെ ശ്രദ്ധേയനാവാൻ, അല്ല CPMന്റെ ശ്രദ്ധേയനാവാൻ, അതോ പിണറായിയുടെ ശ്രദ്ധയിൽ പെടുവാൻ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ഉള്ള DNA ടെസ്റ്റ് പ്രസ്താവന, അതുപോലെ VD സതീശനെതിരെ ഇലക്ഷന് ഇറക്കാൻ കൊണ്ടുവന്ന 150-ലധികം കോടികളുടെ കഥ, ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായി. ഒടുവിൽ സംഭവിച്ചതോ പിന്നെ അതുപോലെ തടയണ പ്രശ്നം, കുറേ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നൊട്ടോറിയസായും പി.വി. അൻവർ ശ്രദ്ധപ്പെടുകയുണ്ടായി എല്ലാവരുടെയും. പിന്നീട് സംഭവിച്ചതോ LDF കലാപങ്ങളുണ്ടാക്കി പുറത്തു പോരുകയും MLA എനിക്ക് സ്വതന്ത്ര ഇരിപ്പിടം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പി.വി. അൻവർ. പിന്നെ സംഭവിച്ചതോ UDFൽ ഇടം കിട്ടാതെ വിഷമിച്ച പി.വി. അൻവർ. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് സ്ഥാനാർത്ഥി പിൻവലിക്കുന്നു. അതുപോലെ ചേലക്കരയിൽ സ്ഥാനാർത്ഥി സുധീർണ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയും ചെയ്ത ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നും. അല്ലെങ്കിൽ LDFന് കുറഞ്ഞ വോട്ടുകളുടെ പിതൃത്വം തനിക്കാണെന്നെങ്കിലും അവകാശപ്പെടാതിരുന്നു അദ്ദേഹത്തിന്. നാമമാത്രമായ വോട്ടുകളാണ് ചേലക്കരയിൽ ലഭിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു പക്ഷത്തിന് ഇടം കിട്ടാത്തപ്പോൾ അദ്ദേഹം പോയി തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ ചേർന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കൺവീനറായി. MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇനി അൻവറിന്റെ അവസ്ഥ എന്താവും? അൻവറിന്റെ അവസ്ഥ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അൻവറിന്റെ സ്ഥാനം ചവറ്റുകുട്ടയിലാവും. അതല്ലെങ്കിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് സമൂഹമധ്യത്തിൽ പറയാൻ ശ്രമിച്ചാൽ പി.വി. അൻവറിന് നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ സ്ഥാനം ചവറ്റുകുട്ടയിൽ തന്നെ എന്ന് ഉറപ്പ് പറയാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധേയമായത് വന്യജീവികളുടെ ആക്രമണം മൂലം മരിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർ. ഇതാണ് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളിൽ ശ്രദ്ധേയമായത്. അത്തരം വന്യജീവികളുടെ ആക്രമണത്തിൽപ്പെട്ട് മരിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു. ഇത് പിന്നെ വന്യജീവികൾക്കും മനുഷ്യർക്കും ദോഷകരമായി ബാധിക്കാത്തൊരു നിയമം കൊണ്ടുവരണം. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം. ഈ ഒരൊറ്റ വിഷയമല്ലാതെ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയ വിഷയം ഉയർത്തി സമരം ചെയ്ത് ജനശ്രദ്ധ നേടിയെങ്കിൽ മാത്രമേ അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കൂ. അതല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും പി.വി. അൻവർ പോകുന്നത്.